1924 പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് മലയാളികൾ നേരിട്ട ഏറ്റവും വലിയ ദുരന്തം നടന്നത്. പക്ഷേ ഇന്ന് അതിന്റെ 10 മടങ്ങാണ് വയനാട് മുണ്ടക്കയിലുണ്ടായത്. ദുരന്തം നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴേക്കും വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരവധി സുമനസ്സുകളുടെ സഹായഹസ്തങ്ങളാണ് ദുരന്തമുഖത്തേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളെ പ്രതികൂലിച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നില്ലെന്നും അധികൃതർ പണം ദുരുപയോഗം ചെയ്യുകയാണെന്നും പ്രചാരണങ്ങൾ തുടർന്നു. ഇത് കാരണം പല ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ടായി. സർക്കാരിലേക്ക് പണം നൽകണോ വേണ്ടയോ എന്നെല്ലാം ഈ ചർച്ചയിലൂടെ വഴിയൊരുക്കും. എന്നാൽ ഇനി ഇത്തരം ആശയക്കുഴപ്പം ആർക്കും വേണ്ട. ഇവിടെ കണക്കുകളെല്ലാം കൃത്യമാണ്, സുതാര്യവുമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിന്റെയും അത് ചെലവഴിക്കുന്നതിന്റെയും വിശദ വിവരങ്ങൾ ഇനി ആർക്കും donation.cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. SBI തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലേക്കുള്ള CMDRF അക്കൗണ്ടിലേക്കാണ് ഈ സംഭാവനകൾ സ്വീകരിക്കുന്നത്. CMDRFന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതല. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് ധനസഹായം വിതരണം ചെയ്യുന്നത്. മറ്റു ഉദ്യോഗസ്ഥർക്കും ഇടനിലക്കാർക്കും സാമ്പത്തിക തിരിമറികൾ നടത്താനാകില്ല എന്നതും ആശ്വാസനിധിയുടെ ഒരു പ്രത്യേകതയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും CMDRF വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരം ആവശ്യമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ഫണ്ടുകളെല്ലാം കൺട്രോളർ ആൻഡ് അക്കൗണ്ട് ജനറൽ ഓഡിറ്റിംഗ് വിധേയമാണ്. സംസ്ഥാന നിയമസഭയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. പ്രളയം, കോവിഡ് പോലുള്ള ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർക്കാരിലേക്ക് എത്തുന്ന പണത്തിന് ചിലവാകുന്ന പണത്തിന് യാതൊരു കണക്കും ഇല്ലെന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ വാസ്തവം അതല്ല. ഈ ദുരന്ത സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ സംഭാവനകൾ ഏറെയാണ്. രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെയും ഒരുപാട് പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത്.